നമുക്ക് കടയ്ക്കലിലേക്കൊന്ന് പോകണം. അവിടെ അനുപമ സന്തോഷുണ്ട്. അതൊരു പ്രത്യേകതയുള്ള ഇടമാണല്ലോ. കാരണം ഈ മറ്റു പാർട്ടികൾക്കൊക്കെ പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരിടത്ത് BJP ജയിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അനുപമ, ഈ കടയ്ക്കൽ കത്തിവെക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കടയ്ക്കൽ താമര വെച്ചത് ഇതാദ്യമായാണ്. ആദ്യം അത് എങ്ങനെ സാധിച്ചു എന്നൊരു ചോദ്യമുണ്ടല്ലോ. പലവട്ടം പറഞ്ഞിട്ടുണ്ടാകാം, എങ്കിലും പ്രവർത്തകർ, കൂടെ നിന്നവർ, വ്യക്തിബന്ധങ്ങൾ, അതൊക്കെ പറയൂ. ഞാൻ അനുപമ സന്തോഷ്. ഞാന് വടക്കയിൽ വാർഡിലെ ഇലക്ഷന്റെ വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ, ജനങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് മാറ്റത്തിന് വോട്ട്, നമ്മുടെ താമരയ്ക്ക് വോട്ട് നൽകണം. അപ്പോൾ ആ മാറ്റം അവർ സ്വീകരിച്ചു. അവർക്കൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ചു. അവരെനിക്ക് വോട്ട് തന്നു, എന്നെ വിജയിപ്പിച്ചു. ഈ അക്രമ രാഷ്ട്രീയം അവര് ഇനി ആഗ്രഹിക്കുന്നില്ല. അതിന് അവർക്ക് കൊടുത്തൊരു മറുപടി എന്ന് തന്നെ പറയാം. എന്നെ അവർ സ്വീകരിച്ചു, എന്നെ വിജയിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിറ്റി കോളേജ് പോലെയാണ് കടയ്ക്കലും പരിസരവും. സഖാക്കളുടെ മാത്രം തേരോട്ടമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. മറ്റു പാർട്ടികൾക്ക് എത്ര സ്വാതന്ത്ര്യമുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാകണമല്ലോ വിജയിച്ച ശേഷവും അനുപമയോട് അവർ വളരെ മോശമായി പെരുമാറിയത്, അല്ലേ? അതെ, ഞാൻ ഈ ഇലക്ഷൻ നിൽക്കുന്ന ടൈം തൊട്ട്, നോമിനേഷൻ കൊടുക്കുന്ന ടൈം തൊട്ട് എല്ലാവിധ ഭീഷണിയും ഉണ്ടായിരുന്നു. ഈ ഭീഷണിയെല്ലാം ഞാൻ നേരിട്ടുകൊണ്ടാണ് ഞാൻ മത്സരിച്ചതും. നമ്മുടെ വോട്ടെടുപ്പിന്റെ തലേ ദിവസം തന്നെ ഫ്ലെക്സും ബോർഡുകളും പോസ്റ്ററും മുഴുവനും നശിപ്പിച്ചു. അതുപോലെ തന്നെ വോട്ടെടുപ്പിന്റെ അന്ന് തന്നെ രാവിലെ ഞാൻ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടാണ് ഞാൻ അവിടെ നിന്നത്. അപ്പോഴും ജനങ്ങൾ എന്നെ സ്വീകരിച്ചു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അനുപമയുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചു. അവരെ ഞാൻ വിശ്വസിച്ചു. അവരെനിക്ക് എന്റെ വിജയം തന്നു.